നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കലഹത്തിൽ കലങ്ങിയ വിഭജനം. സീറ്റ് തർക്കത്തിൽ തുടങ്ങിയ ജേക്കബ് ഗ്രൂപ്പിലെ ഭിന്നത മറന്നീങ്ങുന്നു. ജോണി നെല്ലൂർ ഔഷധി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഇനി ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നും പ്രഖ്യാപനം. അതേസമയം ചെയർമാൻ സ്ഥാനം ധൃതി പിടിച്ച് രാജിവെക്കേണ്ടിയിരുന്നില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. രാജിവെച്ചത് തന്നെ അറിയിക്കാതെ UDF-ന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു തീരുമാനവും പാർട്ടി എടുക്കില്ലെന്നും മന്ത്രി. രാജി തീരുമാനം വ്യക്തിപരമെന്ന് ജോണി നെല്ലൂരിന്റെ മറുപടി. താൻ രാജിവെച്ചത് പാർട്ടിയിൽ നിന്നല്ല, ഇക്കാര്യം അനൂപിനെ അറിയിക്കേണ്ടതില്ലെന്നും വിശദീകരണം. മാണി കോൺഗ്രസുമായി രാവിലെ നടന്ന ഉഭയകക്ഷി ചർച്ച പരാജയം. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് പോലും അധികം നൽകാനാകില്ലെന്ന് കോൺഗ്രസ്. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ തിരിച്ചു നൽകണമെന്നും ആവശ്യം. അതേസമയം തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. മത്സരിക്കുന്നില്ലെങ്കിലും ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മന്ത്രി. തർക്കങ്ങളിലൂടെ സമവായം. BJP-യുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 17-ന്. പ്രഖ്യാപനം. പാർട്ടിക്ക് വിജയപ്രതീക്ഷയുള്ള പ്രധാന മണ്ഡലങ്ങളടക്കം 80 സീറ്റുകളിൽ നേർപകുതി സീറ്റ് ആവശ്യപ്പെട്ട BDJS-ന് 35 സീറ്റ് നൽകാനും ഏകദേശ ധാരണ. വട്ടിയൂർക്കാവിൽ കുമ്മനവും നേമത്ത് O രാജഗോപാലും തന്നെ. K സുരേന്ദ്രനെ കാസർഗോഡ് മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ധാരണയായില്ല. ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വവും അനിശ്ചിതത്വത്തിൽ. നേതാവിന് സീറ്റ് നൽകുന്നതിൽ BJP-യിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി. മാപ്പാക്കി തീർപ്പാക്കി. കോടതി ലക്ഷ്യ ഹർജിയിൽ KC ജോസഫിന് ആശ്വാസം. മന്ത്രിക്കെതിരായ കോടതി നടപടികൾ അവസാനിപ്പിച്ചു. ജോസഫിന്റെ മാപ്പപേക്ഷ സ്വീകാര്യമെന്ന് ഹൈക്കോടതി. മന്ത്രിമാർ പ്രസ്താവനകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കണം. ജഡ്ജിക്കെതിരായ പരാമർശം കോടതിയെയും അപകീർത്തിപ്പെടുത്തുന്നത്. കേസെടുത്ത ശേഷമുള്ള മാപ്പപേക്ഷ അംഗീകരിക്കുന്നതായും കോടതി. കോടതിയലക്ഷ്യ നടപടിയിൽ നിന്ന് ഒഴിവായതിൽ തൃപ്തനെന്ന് KC ജോസഫ്. നീതിപീഠത്തോട് അനാദരവ് കാണിക്കില്ലെന്നും പ്രതികരണം. റിമാൻഡ് ചികിത്സ തുടരും. കതിരൂർ കേസിൽ P ജയരാജന്റെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെ നീട്ടി. ഉത്തരവ് തലശ്ശേരി സെഷൻസ് കോടതിയുടേത്. പ്രതിയെ പൂർണ്ണമായും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യം CBI കോടതിയിൽ ഉന്നയിച്ചില്ല. മനോജ് വധത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ചോദ്യം ചെയ്യലിൽ ജയരാജന്റെ മൊഴി. മനോജ് RSS പ്രവർത്തകനാണെന്ന് അറിഞ്ഞത് കൊലയ്ക്ക് ശേഷം. കതിരൂർ കേസുമായി CPM-ന് യാതൊരു ബന്ധവുമില്ലെന്നും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി. മല്യയ്ക്ക് നോട്ടീസ്. സർക്കാരിനെയും CBI-യെയും കബളിപ്പിച്ച് രാജ്യം വിട്ട വിജയ് മല്യയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. അടുത്ത വെള്ളിയാഴ്ച മല്യ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. അതേസമയം താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്ന് വിജയ് മല്യ. ആദ്യ പ്രതികരണം ഇന്ന് രാവിലെ ട്വിറ്ററിൽ. ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വാർത്തകൾ ശരിയല്ല. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന താൻ വിവിധ രാജ്യങ്ങളിലേക്ക് പതിവായി പോകാറുണ്ടെന്നും വിശദീകരണം. CBI തിരിച്ചറിയൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കെ രാജ്യം വിട്ട മല്യയുടെ കുടിശ്ശികകൾ തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അരുൺ ജെയ്റ്റ്ലി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ. പവൻ 21,480 രൂപ. വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.